ഐ വിൽ ഫൈൻഡ് യു നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയ അമേരിക്കൻ ക്രൈം ഡ്രാമ സീരീസ് ആണ്. ഹള്ളൻ കോബൻ 2023 എഴുതിയ നോവലിന്റെ ദൃശ്യാവിഷ്കാരമാണിത്. റോബർട്ട് ഹൾ ആണ് ഇതിന്റെ ക്രിയേറ്റർ. സാം വെർത്തിങ്ടൺ ആണ് ഇതിൽ നായകനായിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് ഈ ഇംഗ്ലീഷ് മിസ്റ്ററി ക്രൈം ഡ്രാമ സീരീസിനെ കുറിച്ച് 5 വർഷമായിട്ട് ജയിലിൽ കിടക്കുന്ന നായകൻ ഡേവിഡിനെ തേടി അയാളുടെ ഭാര്യയുടെ സഹോദരിയായ റേച്ചൽ എത്തുന്നതും അവർ താൻ കണ്ടെത്തിയ ഒരു കാര്യം പറയുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ സീരീസ് പറയുന്നത്. ഒരു വൺ ടൈം വാച്ചബിൾ സീരീസ് ആണ്. കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഹള്ളൻ കോബന്റെ അടുത്ത കാലത്ത് വന്ന കുറെ സീരീസുകളും ഒരു ആവറേജ് നിലവാരമാണ് പുലർത്തിക്കൊണ്ടിരുന്നത്. ഇതും അങ്ങനെ തന്നെയാണ് പോകുന്നത്. പക്ഷെ ഇതിന്റെ ക്ലൈമാക്സ് കൊണ്ട് എനിക്കിത് പേഴ്സണലി ഇഷ്ടപ്പെട്ടെന്ന് പറയാം. അങ്ങനെ ഭയങ്കര സസ്പെൻസോ അല്ലെങ്കിൽ നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഒന്നുമല്ല ഉള്ളത്. ഇടയ്ക്ക് എനിക്ക് തന്നെ തോന്നിയായിരുന്നു ഇതായിരിക്കും എന്ന്. സോ നമുക്ക് തോന്നുന്ന ഒരു ട്വിസ്റ്റ് തന്നെയാണ്. പക്ഷെ സ്റ്റിൽ അത് നൈസ് ആയിട്ടുണ്ട്. സോ ആ മിസ്റ്ററി നല്ലതായിരുന്നു പറയാം. ട്വിസ്റ്റ് എന്ന് കേട്ടിട്ട് ഭയങ്കര സംഭവമൊന്നുമല്ല കേട്ടോ. സോ ഓവർ പ്രതീക്ഷയൊന്നും വേണ്ട. ഇൻട്രസ്റ്റിംഗ് ആയിട്ടും എൻഗേജിംഗ് ആയിട്ടും പോകുന്ന ഒരു കഥയാണ്. നല്ല മേക്കിംഗ് ക്വാളിറ്റി സീരീസിലുണ്ട്. ഒപ്പം ഇതിന്റെ കാസ്റ്റിംഗും നല്ലതാണ്. നായകൻ ഡേവിഡ് ബറോസ് ആയിട്ട് വരുന്നത് നമ്മുടെ അവതാറിലെ നായകനായ സാം വെർത്തിങ്ടൺ ആണ്. എഴുത്തിൽ ചെറിയൊരു പോരായ്മകളൊക്കെ ക്യാരക്ടറിനുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ്. നല്ല പെർഫോമൻസും ആയിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് ബ്രിറ്റ് ലോവർ അവതരിപ്പിച്ച റേച്ചൽ മിൽസ് എന്ന നായകന്റെ ഭാര്യ സഹോദരിയുടെ വേഷം. ഇവർ രണ്ടുപേരുമാണ് എടുത്തു പറയത്തക്കതായിട്ടിനകത്തുള്ള 2 കഥാപാത്രങ്ങൾ. വേറെയും കുറച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ നല്ലതാണ്. ടെക്നിക്കലി ഡീസന്റ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ്. നല്ല ക്യാമറ, നല്ല വിഷ്വൽസ്, നല്ല ലൊക്കേഷൻ ആണ്. സ്ഥലം കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. എഡിറ്റിംഗും ബാക്ക്ഗ്രൗണ്ട് സ്കോറും പ്രൊഡക്ഷൻ ഡിസൈനും ഒക്കെ നൈസ് ആണ്. നെഗറ്റീവ്സ് പറഞ്ഞാൽ ഇഷ്ടംപോലെ ലോജിക്കൽ ഇഷ്യൂസ് കഥയിലുണ്ട്. ഇപ്പം ആക്ഷൻ സീൻസ് ഉൾപ്പെടെ കുറെ കൺവീനിയന്റ്ലി എഴുതിയിട്ടുള്ള ചില സന്ദർഭങ്ങളും സീരീസിലുണ്ടെന്ന് പറയാം. നമുക്ക് ചില സംശയങ്ങളൊക്കെ ഇടയ്ക്ക് തന്നെ തോന്നും. നായകനാണെങ്കിലും ചിലപ്പോഴൊക്കെ കാണിക്കുന്നൊക്കെ കുറച്ച് മണ്ടത്തരങ്ങളല്ലേ എന്ന് നമുക്ക് തോന്നും. ചില സമയത്താണെങ്കിൽ പുള്ളി വളരെ വീക്കായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. സോ എഴുത്തിൽ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ലാത്തതും ഇതിന്റെ ഒരു പോരായ്മയാണ്. കാരണം ഇത് കുറച്ചുകൂടി ഇമോഷണൽ ഡെപ്ത് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കഥ കൂടിയാണ്. ഇതിന്റെ ലെങ്ത് ആണെങ്കിലും കുറച്ച് കൂടുതലായിട്ടാണ് തോന്നിയത്. ചില സമയത്ത് നമുക്ക് ഇതിങ്ങനെ കറങ്ങി ഒരിടത്ത് തന്നെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണോ എന്നൊരു സംശയം തോന്നും. ഞാൻ തന്നെ ഇത് കുറച്ച് ദിവസം എടുത്തിട്ടാണ് ഇത് കണ്ടു തീർത്തത്. ആദ്യമൊക്കെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷെ പിന്നെ ഇടയ്ക്ക് ആ ഒരു ഇൻട്രസ്റ്റ് കുറച്ച് കുറഞ്ഞതുപോലെ ഫീൽ ചെയ്തു. ഒരല്പം സ്ട്രെച്ച് ആകുന്ന പോലെ തോന്നി. സോ ഇത് കുറച്ചുകൂടി ഒന്ന് ഷോർട്ട് ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഒന്നുകൂടി ക്രിസ്പാക്കി ഒരു 6 എപ്പിസോഡിലൊക്കെ തീർക്കാമായിരുന്നു. സോ മൊത്തത്തിൽ ഒരു ഓക്കേഷ് ക്രൈം ഡ്രാമ സീരീസ് ആണ്. വൺ ടൈം വാച്ചബിൾ എന്ന് പറയാം. പക്ഷെ കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഇംഗ്ലീഷിനൊപ്പം തന്നെ തമിഴ് ഡബിംഗ് അവൈലബിൾ ആണ്. 35 മിനിറ്റ് മുതൽ 47 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 8 എപ്പിസോഡുകളാണ് ഈ സീരീസിലുള്ളത്. 18+ ഒന്നുമല്ല. അങ്ങനെ അഡൽട്ട് കണ്ടന്റ് ഒന്നും ഇതിനകത്തില്ല. എല്ലാവർക്കും കാണാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ സീരീസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാണ്.